ഓ ഇരിക്കട അവിടെ. എന്താ ഗിരി, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ താൻ തയ്യാറാണോ? മാഡം, വക്കീലില്ലാതെ ഇവനെ ചോദ്യം ചെയ്ത് കേസിൽ കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ? നടക്കില്ല മാഡം. താനൊരു സത്യസന്ധനായ വക്കീലാണെന്നാ നാട്ടുകാരെല്ലാം പറയുന്നേ. എന്നിട്ട് എന്താ വക്കീലേ ഇവനെ പോലുള്ളവർക്ക് വേണ്ടി ഹാജരാവുന്നേ? ഞാൻ ആർക്ക് വേണ്ടി ഹാജരാവണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. അതെ, തൽക്കാലം എനിക്ക് എൻ്റെ കക്ഷിയായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. മാഡം, സത്യസന്ധമായി ഈ കേസ് അന്വേഷിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എൻ്റെ കക്ഷി നിങ്ങളോട് സഹകരിക്കും. പക്ഷേ ഇവനെ കേസിൽ കൊടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വക്കീലെ, എനിക്ക് ആരെയും കേസിൽ കൊടുക്കണമെന്നൊന്നുമില്ല. ശരിക്കുള്ള കൊലപാതകയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. താനാണോ ഇയാളുടെ വക്കീല്? അതെ. ഇവൻ ട്രെയിനിങ് പീരീഡിൽ വക്കീലായി ഹാജരായെന്ന് രേഖാമൂലം കാണിക്കാൻ പറ്റിയ ഇവന് പിന്നെ ഒരിക്കലും മജിസ്ട്രേറ്റ് ആകാൻ പറ്റില്ല. ഇവന്റെ ജോലി കളയാൻ ഇത് തന്നെയാ പറ്റിയ അവസരം. അതിന് ഇയാള് തനിക്ക് വക്കാലത്തൊപ്പിട്ട് തന്നോ? ആ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിരി, ഇതിലൊപ്പിട്ടെ. നീ എന്താടാ ഇപ്പൊ കോടതിയിലൊന്നും പോവാത്ത? വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു? എടാ, ഞാനിപ്പോ മൈസ്രേട്ടാവണ ട്രെയിനിങ് പീരീഡിലാ. അതിനെനിക്ക് ശമ്പളം കിട്ടുന്നേ. ഓ, അത് ശരി. എന്നാലും 1-2 കേസുകളും കൂടി എടുത്താ അത്രയും കാശ് കൂടുതൽ കിട്ടില്ലേ? അയ്യോടാ, എടാ, ഏതെങ്കിലും മൈസ്രേട്ടോ ജഡ്ജോ കേസ് വാദിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ, ഇനി അങ്ങോട്ടെ എനിക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലടാ. ആ, അങ്ങനെ ഏതെങ്കിലും കേസ് എടുത്താലേ എന്റെ ജോലി പോവും. അയ്യോ, ആടാ. വേണ്ട, ഞാൻ ഒപ്പിടുന്നില്ല. എന്തു പറ്റിയടാ? എനിക്ക് വേറെ വക്കീലിനെ മതി. എടാ, നീ എന്തായി പറയുന്നേ? നീ എന്റെ കേസ് വാദിക്കണ്ട, അത്ര തന്നെ. എടാ ഗിരി, പിന്നെ അതെ, ഇയാൾക്ക് വക്കീലിനെ വിശ്വാസമില്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് സമയം കളയണോ? നാണം കെടാതെ പൊക്കൂടെ? ദേ, നീ എന്റെ മുഖത്തേക്ക് നോക്കി. ദേ, നിന്നെ ഞാൻ ചതിക്കുന്നു എനിക്ക് എങ്ങനെയാ ചിന്തിക്കാൻ തോന്നിയേ? എടാ, അത്രയ്ക്കുള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. എടാ, കൂട്ടുകാരനായിട്ടല്ല, സ്വന്തം കൂടപ്പറപ്പായിട്ടാണ് അതിനെ ഞാൻ കണ്ടേ. നിന്നോട് ഞാൻ കാണിച്ച സ്നേഹത്തിന് വിശ്വാസത്തിനുള്ള കൂലി നീ എനിക്ക് തന്നു. തൃപ്തിയായടാ, എനിക്ക് തൃപ്തിയായി. കിരൺ എന്ത് പണിയായി കാണിച്ചത്? നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മൂന്തൻ ഗിരേണിനെ ചതിക്കില്ലെന്ന് ഗിരേൺ അറിയില്ലേ? നീ പറഞ്ഞിട്ട് വേണോ അവനെ എനിക്ക് മനസ്സിലാക്കാൻ? നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. അവന്റെ കാര്യം അങ്ങനെയല്ല. പിന്നെന്തിനാ മുകുന്ദനെ ഇങ്ങനെ അവമാനിച്ച് പറഞ്ഞയച്ചത്? അവൻ മജിസ്ട്രേറ്റ് ആവാൻ പോവാ. ഇനി അവൻ വക്കീലായി ഹാജരായാൽ അവന്റെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആവും. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ പരീക്ഷ പാസ്സായതെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി അവൻ ആ ജോലി നഷ്ടപ്പെടരുത്. ഗിരേൺ ഈ കാരണം മുകുന്ദനോടങ്ങ് പറഞ്ഞ പോരായിരുന്നോ? നിനക്കവനെ ശരിക്കും അറിയാത്തോണ്ടാ. ശരിക്കുള്ള കാരണം പറഞ്ഞ അവൻ ജോലി പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് കേസ് ഏറ്റെടുക്കേ ഉള്ളൂ. അവന് ഞാൻ കാരണം ഒരു നഷ്ടവും സംഭവിക്കരുത്. നീ എനിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കി വെച്ചാ മതി. തന്നോട് ഞാൻ പറഞ്ഞല്ലേ പ്രതിയായിട്ട് സംസാരിക്കാൻ നിൽക്കരുതെന്ന്? സോറി മാഡം. ഗെറ്റ് ഔട്ട്. ഇന്നത്തെ തന്റെ ഡ്യൂട്ടി മതി. വീട്ടിലേക്ക് പോയിക്കോ. യെസ് മാഡം.